കേരളത്തിൻ്റെ പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രി വയനാടിൻ്റെ സ്വന്തം മന്ത്രി OR കേളു വോട്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തിരുനെല്ലിയിൽ കാട്ടിക്കുളത്തുള്ള എടയൂർക്കുന്ന് സ്കൂളിലാണ് വോട്ട് ചെയ്തെത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ നാട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേളോട്ടാ, വോട്ട് ചെയ്തല്ലേ? വോട്ട് ചെയ്തു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നമായിരുന്നു, സുഖമില്ലാതെ 2-3 ദിവസം കിടപ്പായിരുന്നു. അപ്പോൾ ഇന്ന് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് എണീച്ച് കുളിച്ച് ഫ്രഷായി വന്ന് വോട്ട് ചെയ്ത്. ഇപ്പോൾ പൊതുവെ വയനാട്ടിലെ ഒരു സാഹചര്യം, ആദ്യം ആനിരാജയാണ് എത്തിയത്, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ സത്യൻ മൊകേരി എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ? പൊതുവേ വിലയിരുത്തൽ ഇപ്പം വോട്ടിൻ്റെ ശതമാനം വെച്ച് നോക്കുമ്പോൾ വോട്ടർമാർക്കൊന്നും ഒരു ആവേശമില്ലല്ലോ, ആവേശം കാണുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ് ഈ തവണ. വളരെ കുറവ് വെച്ചാൽ വളരെ കുറവാണ്. ഈ സമയം വരുമ്പോൾ 40% ആയിട്ടുള്ളൂ. ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അതാണ് പൊതുവേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് ആൾക്കാർ കുറേ കൂടിയെന്നല്ലാതെ കണ്ടിട്ട് വോട്ടിംഗ് അത് പ്രതിഫലിക്കുന്നില്ല. ഇപ്പോൾ ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറവുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി എത്രത്തോളം വോട്ട് ശതമാനം ഉയർത്തുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ലഭിക്കുന്ന വോട്ടിൽ പ്രതിഫലിക്കുക? ഇപ്പോൾ LDFൻ്റെ കാര്യമായാലും UDFൻ്റെ കാര്യമായാലും BJPയുടെ കാര്യമായാലും പൊതുവേ 3 മുന്നണിയെയും ഈ ശതമാനം ബാധിക്കുന്നു. 3 മുന്നണിയെയും ഈ ശതമാനം ബാധിക്കുന്നു. കാരണം ഇത് ഒരു അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് ഈ പോളിങ്ങിൽ പ്രതിഫലിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം വയനാടിനൊരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി എത്തിയത്. ആ 5 വർഷം കഴിഞ്ഞു, വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ എത്തി. പിന്നീട് രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ നിന്ന് പോയി പ്രിയങ്ക ഗാന്ധി വന്നു. അപ്പോൾ അതിനെയാണോ അടിച്ചേൽപ്പിച്ചു എന്നുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞത്? അതെ, ഒന്ന് ഇപ്പം മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുന്നില്ലല്ലോ. അപ്പോഴത്തേനാണ് നേരത്തെ ഈ രാഹുൽ ഗാന്ധി മത്സരിച്ചു, ഞാൻ കാലാകാലം ഈ വയനാട്ടിൽ തന്നെ ഉണ്ടാകും, വയനാട്ടിലെ എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്, വയനാടിൻ്റെ എൻ്റെ എല്ലാ വികസനത്തിനും വേണ്ടിയിട്ട് പരമാവധി എൻ്റെ ശ്രമം നടത്തും എന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി അന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് ആദ്യം 5 വർഷം ജയിച്ചു. കാര്യമായിട്ടൊന്നും ചെയ്തില്ല. 2ാം ഘട്ടവും എന്തൊക്കെയായാലും മത്സരിച്ചു, 2ാം ഘട്ടവും ജയിച്ച പാടെ അദ്ദേഹം രാജ്യം വെച്ചു. ഇത് തുടർച്ചയായിട്ട് ഒരു വഞ്ചനാപരമായിട്ടുള്ള ഒരു സമീപനമാണ് വയനാട് പാർലമെൻറ്റിലെ ജനങ്ങളോട് എടുക്കുന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ തവണയും ഫലം അല്ലെങ്കിൽ നിലപാട് വ്യത്യസ്തമല്ല. അപ്പോൾ വീണ്ടും ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ് വയനാട്ടുകാർ കരുതുന്നത്. അതുകൊണ്ട് എന്തിനു വോട്ട് ചെയ്യുന്നു എന്നുള്ള നിലപാടാണ് ഇതിൽ കാണുന്നത്. സാധാരണക്കാരനായ ഒരു വയനാട്ടുകാരൻ്റെ മനസ്സാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. യെസ്, അതെ, നമുക്ക് വയനാട്ടുകാരനാണ്. വയനാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞല്ലോ, ഇവിടുത്തെ വന്യമൃഗശല്യത്തിൻ്റെ വിഷയങ്ങൾ, രാത്രികാല നിരോധനത്തിൻ്റെ വിഷയങ്ങൾ, മറ്റേ റെയിൽവേൻ്റെ കാര്യങ്ങൾ, ചുരമില്ല റോഡിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഇത് വളരെ പ്രധാനപ്പെട്ട വയനാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളും അത്യാവശ്യം വേണ്ട കാര്യങ്ങളുമാണ്. ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. പക്ഷേ 2 തവണ അദ്ദേഹം ജയിച്ചിട്ടും ഈ കാര്യങ്ങൾ പാർലമെൻറ്റിൽ മിണ്ടുന്നില്ല, അതിന് വേണ്ടിയിട്ട് ചെറുവിരൽ അനക്കുന്നില്ല. അതിൽ ജനത്തിന് വലിയ പ്രതിഷേധമുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി ഒഴിച്ച് ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് വയനാട് ജില്ലയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അത് വലിയൊരു അവിഭാജ്യ ഘടകമായി മാറാറുണ്ട്. അപ്പോൾ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. അതായത് വയനാട് ജില്ല എന്ന് പറയുന്നത് ഈ 3 മണ്ഡലങ്ങൾ, മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, ഈ നിയോജക മണ്ഡലങ്ങളാണ്. പക്ഷേ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറത്തെയും കോഴിക്കോടെയും തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ വിധി നിർണ്ണയിക്കുന്നതിൽ വയനാട് ജില്ലയിലല്ലാത്ത മണ്ഡലങ്ങൾക്ക് വലിയ സ്വാധീനമല്ലേ? അത് മാറ്റേണ്ടതുണ്ടോ? അത് ഇപ്പോൾ വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറവാണ്. പക്ഷേ മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ കുറച്ചുകൂടി ശതമാനം മെച്ചപ്പെടും. പക്ഷേ എന്നാൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശതമാനം അവിടെ ഉണ്ടാവില്ല. തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശതമാനം, ഇന്നത്തെ വോട്ടിംഗ് ശതമാനത്തിൽ ഉയർന്നു നിൽക്കുന്നത്.
ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ ലഭിക്കുന്നതും അവിടെയാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, വയനാട്ടിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4-5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ മലപ്പുറം ജില്ലയിലില്ല. അതുകൊണ്ട് അവർക്ക് വിഷയമില്ല. പക്ഷേ ഈ പറഞ്ഞ റെയിൽവേൻ്റെ കാര്യമായാലും വന്യമൃഗശല്യമായാലും ചുരമില്ല റോഡിൻ്റെ വിഷയമായാലും രാത്രികാല നിരോധനം, അത് വയനാടിലെ 3 നിയോജക മണ്ഡലത്തെ മാത്രം ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതേസമയത്ത് മലപ്പുറം ജില്ലയ്ക്കോ കോഴിക്കോട് ജില്ലയ്ക്കോ അതില്ല. അതുകൊണ്ട് അവിടെ വയനാട് ജില്ലയെക്കാളും കുറച്ചുകൂടി പോളിംഗ് ശതമാനം കൂടി നിൽക്കും. ഡിഫറൻറ്റ്. അവസാനമായ ഒരു ചോദ്യം, ആനി രാജ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ സത്യൻ മൊകേരി. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്താ പറയുക, ശതമാനത്തിൻ്റെ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് വൈകുന്നേരത്തെ പോളിംഗ് കൂടി കഴിഞ്ഞാലേ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ. മന്ത്രി എന്നുള്ള നിലയിൽ വയനാട്ടുകാരുടെ മനസ്സറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ 40% ഉള്ളൂ. 40% കഴിഞ്ഞ പ്രാവശ്യങ്ങളെ മെച്ചപ്പെടുത്തുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് വൈകുന്നേരം ഇനി ഒരു 6 മണി വരെ സമയമുണ്ട്. 6 മണി വരെ സമയം കഴിഞ്ഞാൽ നല്ല മെച്ചപ്പെടുമോ മെച്ചപ്പെടില്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി കൃത്യമായി സാധിക്കും. ഒരു വയനാട്ടുകാരൻ്റെ മനസ്സാണ് വയനാട്ടുകാരുടെ സ്വന്തം മന്ത്രി OR കേളു ഇപ്പോൾ പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.